ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം ഇന്ന് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ബുക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു റെയിൽവേ എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ റെയിൽവേ എക്സാംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഡി, അതേപോലെ തന്നെ എന്താണ് NTPC, ALP, ബാക്കി ടെക്നീഷ്യൻ എക്സാമുകൾ എല്ലാം ഓക്കെ ഏതെടുത്ത് നോക്കിയാലും സയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് ഡിക്ക് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ്, NTPC ആണെങ്കിൽ 5 to 7 ക്വസ്റ്റ്യൻസ്. അങ്ങനെ നമ്മുടെ റെയിൽവേ എക്സാംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സയൻസിനെ പറ്റി ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു NCERT ടെസ്റ്റിൽ നിന്നും. ഓക്കെ, ഇപ്പം നമ്മുടെ റെയിൽവേ എക്സാമിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ നോക്കിയാലും NCERT ടെസ്റ്റിൻ്റെ എവിടെയെങ്കിലും ആ ഒരു പോയിന്റ് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം എന്തൊക്കെ നോക്കിയാലും NCERTയിൽ എവിടെയെങ്കിലും ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ് NCERT എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു റെയിൽവേ എക്സാംസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഓൺലൈൻ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേയുടെ തന്നെ RRBയുടെ പ്രീമിയം ബാച്ചാണ്. അപ്പം ഇതിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസും, അപ്പം ഇതെല്ലാം നമ്മളിപ്പം എല്ലാ സബ്ജക്ട്സും NCERT ബേസിസിൽ തന്നെയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടൊരു ഐഡിയ മനസ്സിലാക്കാനും എല്ലാം കണ്ടൻറ് ബേസ് ആണെങ്കിലും എല്ലാം നമ്മൾ NCERTയിൽ നിന്നുമാണ് ഈ ഒരു ഫുൾ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഈ ഒരു ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ ആ ഒരു NCERTയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ട് നമുക്ക് 6 മുതൽ +2 വരെയുള്ള ടെസ്റ്റുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുമായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് മിക്കവാറും ഈ 6 മുതൽ +2 വരെയുള്ള ആ ഒരു ടെസ്റ്റുകളിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുവാണെങ്കിലും ഇത്രയും ക്ലാസ്സുകളിലെ ടെസ്റ്റ് നമുക്ക് വേണ്ടി വരും. ഓക്കെ, അതുപോലെ ബേസിക് ആയിട്ടുള്ള നമുക്ക് കൺസെപ്റ്റ് വൈസ് ഏതൊരു കാര്യവും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു NCERT ടെസ്റ്റ്. അത്യാവശ്യം സിമ്പിളാണ്, നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ എല്ലാത്തിനെ പറ്റി ഒരു ക്ലാരിറ്റി, ആക്യുറേറ്റ് ആണ് കാര്യങ്ങളെല്ലാം, കൺസെപ്റ്റ് എല്ലാം എന്ന് പറഞ്ഞാലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ ഈ ഒരു റെയിൽവേ എക്സാംസിൻ്റെ ഒക്കെ കീ വരുമല്ലോ. അപ്പോൾ ഈ കീ വരുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ചലഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആരുടെ ബേസിസിലാണെങ്കിൽ NCERT ആണ് നമ്മൾ ബേസാക്കി പറയുന്നത്. ഓക്കെ, അല്ല ഇന്ന ബുക്കിൽ ഞാൻ ആ പോയിന്റ് കണ്ടായിരുന്നു, മറ്റേ ബുക്കിൽ പോയി എന്ന് പറഞ്ഞിട്ടൊന്നും ആരും അക്സെപ്റ്റ് ഒന്നും ചെയ്യത്തില്ല. NCERT ബുക്കാണെങ്കിൽ ഓക്കെ, അപ്പോൾ എല്ലാത്തും സ്റ്റാൻഡേർഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു NCERT ബുക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്നും തന്നെയായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അപ്പം അത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ജസ്റ്റ് ഞാനൊന്ന് പറയുക. ഓക്കെ, ഡയറക്റ്റ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് നെയിം ഈസ് ഗിവൺ ടു ദ ഫ്ലാറ്റ് സ്റ്റാക്ക്ഡ് സ്റ്റാർസ് ദാറ്റ് മേക്ക് അപ്പ് ദ ഗോൾഗി അപ്പാരറ്റസ്. ഓക്കെ, ആ ഫ്ലാറ്റ് പോലെ സ്റ്റേക്ഡ് ആയിട്ടുള്ള സ്റ്റാക്സ് എന്തുവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മുടെ ബയോളജിയിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ് സെല്ല്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ബയോളജി ആണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി ഇതിൻ്റെ ഒക്കെ നമ്മൾ റെയിൽവേ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ തന്നെ ഒരു സീരീസ് പോലെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോട്ട്സ് നിങ്ങൾ നോട്ട് ഡൗൺ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് ഞാൻ നമ്മുടെ NCERTയുടെ +1 ബുക്കാണ്. +1ലെ സെല്ലെന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഞാൻ എടുത്തതാണ് ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു സെൻറ്റൻസ് നോക്കി, ഇവിടെ ഫസ്റ്റ് ഗോൾഗി ബോഡി കണ്ടുപിടിച്ചത് ആരാണ്, കെമിലോ ഗോൾഗി 1898 എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് ഇവിടെയാണ്. ദേ കൺസിസ്റ്റ് ഓഫ് മെനി ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഓർ സിസ്റ്റർനെ. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ക്രിസ്റ്റൈൻ, തൈലക്കോയിഡ്സ്, സിസ്റ്റർനെ, വെസിക്കിൾസ് കിടപ്പുണ്ട്. എന്താണ് ആൻസർ? സി ഓപ്ഷൻ സിസ്റ്റർനെയാണ്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് നോക്കിയേ, ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്ക്. ഓക്കെ, ഫ്ലാറ്റ് സാക്ക്.
ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ തന്നെയാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ എൻ സി ആർ ടിയിൽ നിന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാം. എവിടെയെങ്കിലും ആ ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് അത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ എൻ സി ആർ ടി ബുക്ക് തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഫിസിക്സിലെയും ഒരു ക്വസ്റ്റ്യൻ, which of the following rules can be used to determine the direction of magnetic field due to a current carrying circular loop? ഒരു current carrying circular loop കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? ഓക്കെ, അപ്പം എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാമെന്ന് പറയുമ്പോൾ കുറച്ച് റൂൾസുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഒരു സർക്കുലർ ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതും അതിൻ്റെ ഡയറക്ഷനും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുന്ന രീതി ഇവിടെ തന്നെ സെൻറ്റൻസ് ആക്കി കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അത് ഈ ഒരു പടത്തിന് താഴെയായിട്ടും അതവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് ലൂപ്പിൻ്റെ, ഓക്കെ, ഒരു കറണ്ട് ലൂപ്പ് ഇവിടെ നോക്കിയാൽ സർക്കുലർ ഷേപ്പാണ്. കറണ്ട് ലൂപ്പിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എന്താണ് ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? എ ഓപ്ഷൻ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ക്ലിയർ ആണോ? ഇതേപോലെ തന്നെ കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ഗ്യാസ് ഈസ് റിലീസ്ഡ് വെൻ എത്തനോൾ റിയാക്ട്സ് വിത്ത് സോഡിയം? ഇത് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള RRB എക്സാംസിൽ നിന്നുമാണ് ഞാൻ ഈ 3 ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയത്തിനോട് എത്തനോൾ റിയാക്ട് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന ഗ്യാസ് ഏതൊക്കെയാണ്? മീഥെയ്ൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. ഓക്കെ, ഇതും നമ്മുടെ NCERT ടെസ്റ്റ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്സിലെയും ഇത് NCERT ടെസ്റ്റ് +1 NCERT ടെസ്റ്റിലെയാണ്. ഓക്കെ, ഇതും നമ്മുടെ NCERT ടെസ്റ്റ് തന്നെയാണ് ഈ ഒരു പോർഷൻ. നോക്കി, ഇവിടെ ഇക്വേഷൻ ഉൾപ്പെടെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കി, സോഡിയം നമ്മുടെ എത്തനോൾ CH3CH2OH ആണ് എത്തനോൾ എന്ന് പറയും. അത് റിയാക്ട് ചെയ്യാൻ നേരത്ത് സോഡിയം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും അതിൽ നിന്നും നമ്മുടെ ഹൈഡ്രജൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ആൽക്കഹോൾ റിയാക്ട്സ് വിത്ത് സോഡിയം ലീഡിങ് ടു ദ എവല്യൂഷൻ ഓഫ് എന്താണ് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്ന പുറത്തോട്ട് ഇവോൾവ് ആവുന്നത് ഏത് ഗ്യാസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഗ്യാസാണ്? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസാണ്. ഓക്കെ, ആൻസർ അപ്പോൾ എന്താണ്? എത്തനോൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ റിലീസ് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും? ഹൈഡ്രജൻ ഗ്യാസാണ്. ഓക്കെ, അപ്പം നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ജസ്റ്റ് അങ്ങനെ തന്നെയാണ് എക്സാമിന് അതേപടി തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മളിനി ഏതെടുത്ത് നോക്കിയാലും ഉറപ്പായിട്ട് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് NCERT നോക്കിയാലും ഉറപ്പായിട്ടും കാണും, എവിടെയെങ്കിലും ആ ഒരു പോയിന്റ് കാണും. ഓക്കെ, അപ്പോൾ അത്രയും എന്താണ് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്കിപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും ആ ഒരു ബേസ് ഫുൾ ഫോം ചെയ്തെടുക്കാനും കണ്ടന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ NCERT ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പം 6 മുതൽ 12th വരെയുള്ള ടെസ്റ്റ് വേണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരുന്ന് കാണാതെ പഠിക്കുകയാണോ? ഒരിക്കലും അല്ല. ഓക്കെ, നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്താണോ വേണ്ടുന്നത് ആ ടോപ്പിക്ക് കണ്ടെത്തിയിട്ട് ആ ടോപ്പിക്ക് വേണം നമ്മൾ ഈ ബുക്കിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കാൻ. ഓക്കെ, അപ്പം അത് നമുക്ക് വേണ്ടുന്ന കാര്യം കണ്ടുപിടിച്ച് അത് പഠിക്കുക, അല്ലാതെ എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കുക അതല്ല പറയുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ നേരത്ത് അതാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഓൾറെഡി എന്താണ് ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ് എവിടെ നിന്നാണ് ഏത് ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കാൻ സാധ്യത, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതുമായിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സും എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് നമുക്കൊരു ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടെ സിമ്പിളാക്കി ടീച്ചേഴ്സിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വന്ന് ജോയിൻ ചെയ്യാം. മീൻസ് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് ബ്രാഞ്ചുകൾ ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കോഴിക്കോട്, ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ വന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പം റെയിൽവേയുടെ മാത്രമല്ല നമുക്ക് SSC അതേപോലെ ബാങ്ക് കോച്ചിങ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു എന്താണ്
റെയിൽവേ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാം ഇപ്പം സയൻസിൽ നമുക്കിപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം YCTയുടെ ബുക്ക്, പിനാക്കിളിൻ്റെ ബുക്ക്. അപ്പോൾ ഈ ബുക്കുകളൊക്കെ നിങ്ങൾ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് നോക്കിയാൽ മതി. ഓക്കെ, ഇൻഡെക്സ് നോക്കാൻ നേരത്ത് അതിന് ടോപ്പിക് വൈസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോ ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കിൽ നോക്കുമ്പോൾ തന്നെ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന ഏത് ടോപ്പിക്കാണ്. അതാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നടന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കളക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഇപ്പോൾ വീണ്ടും ചോദിച്ചിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടോ? റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും ഉറപ്പായിട്ടും. നമുക്ക് റെയിൽവേ എക്സാംസിനെല്ലാം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം അത് നിങ്ങൾ ആ ഇൻഡെക്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സ്, മീൻസ് ഏതൊക്കെ ടോപ്പിക്സാണ് ചോദിച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അത് നോക്കുക, നോട്ട് ചെയ്യുക. അത് ആ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുക, NCERT പോവുക, ബുക്ക് നോക്കുക, അതിൽ നമ്മൾ കണ്ടെത്തി അത് വേണം പഠിക്കാൻ. അല്ലാതെ ഒരറ്റം മുതൽ ഇങ്ങറ്റം വരെ പഠിക്കാൻ നിന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എല്ലാം പഠിക്കുന്ന ഭയങ്കര മീൻസ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധി, ഇൻ്റലിജൻറ്റ് ഇതിലൊന്നും അല്ല കാര്യം. നമുക്ക് വേണ്ടുന്ന കാര്യം കളക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഫേർട്ട് ഇട്ട് തന്നെ നമ്മൾ ചെയ്യണം. എന്താണ് വേണ്ടുന്നതെന്ന് ആദ്യം തിരഞ്ഞെടുക്കുക. ഓക്കെ, അത് നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് അത് നമ്മൾ പഠിച്ചെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഒരറ്റം മുതൽ ഇങ്ങറ്റം വരെ ഇനി പഠിക്കണം എന്നൊന്നുമല്ല, പക്ഷെ വായിക്കണം. എല്ലാ പോയിന്റ്സും അല്ലെങ്കിൽ അതിൽ ഓരോ വരിയും നിങ്ങൾ വായിക്കുക. അതിൽ നിന്നും വായിച്ച് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു ഷോർട്ട് നോട്ട്സ് ആക്കി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, എല്ലാ ലൈനും നിങ്ങൾ വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാം ഇരുന്ന് പഠിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. ഓക്കെ, എല്ലാ ലൈനും വായിച്ചിട്ട് അന്ന് എന്താണോ കിട്ടുന്ന കാര്യങ്ങൾ അത് ഷോർട്ട് നോട്ടാക്കി വെക്കുക. ഇനി വീണ്ടും നമ്മൾ എക്സാംസ് എന്തായാലും കണ്ടിന്യൂസ് ഇനി എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം ഇരുന്ന് ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുമോ NCERT ബുക്ക് എടുത്ത്? ഒരിക്കലും ഇല്ല. ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ച കാര്യങ്ങൾ പിടികിട്ടിയാൽ മതി. ആ കിട്ടുന്ന മനസ്സിലാക്കുന്ന സംഭവങ്ങൾ ഷോർട്ട് നോട്ടാക്കി വെക്കുക. കാരണം ഇപ്പം നമുക്ക് ഡിഗ്രിക്കോ അല്ലെങ്കിൽ എന്താണ് സ്കൂളിൽ പഠിച്ച പോലെ SEO കാര്യങ്ങളോ ഒന്നും എഴുതാനില്ല. ക്വസ്റ്റ്യൻ ആൻസർ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ കിട്ടുന്ന മനസ്സിലാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഷോർട്ട് നോട്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് മാത്രം നമുക്ക് മതി. ഓക്കെ, ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് സെലക്റ്റീവായിട്ടുള്ള സ്റ്റഡി. ഓക്കെ, സെലക്റ്റീവായിട്ടുള്ള സ്റ്റഡി എന്ന് പറഞ്ഞാൽ വേണ്ടുന്ന കാര്യം മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കുക. ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുക. അതിപ്പം ഞാൻ ഈ സയൻസ് എന്ന് പറയുന്നത്, സയൻസ് എന്നല്ല, ഇപ്പം ജനറൽ അവയർനെസ് ഏതാണെങ്കിലും നിങ്ങൾ വേണ്ടുന്ന കാര്യം എന്താണെന്ന് മാത്രം കണ്ടെത്തിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഒരിക്കലും ഇരുന്ന് ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പം നമുക്ക് ടൈം ഉണ്ട്. ആ ടൈം എങ്ങനെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അങ്ങനെ വേണം നിങ്ങൾ നോക്കാൻ. പിന്നെ NCERT ബുക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല വലിയ ഡെറിവേഷൻസും ന്യൂമറിക്കൽസും കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. അതൊന്നും നമുക്ക് വേണ്ട. എക്സാം ഓറിയൻറ്റഡ് ഡെറിവേഷൻസോ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും ചോദിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ടെക്നിക്കൽ എക്സാമിന് പോലെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന നോർമൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വലിയ ഡെറിവേഷൻസോ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസോ അതൊക്കെ നോക്കി നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഏതൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിനിപ്പം നിങ്ങൾക്ക് ഇത് തന്നെയാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ്. ഓക്കെ, ഇപ്പം ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും ടോപ്പിക് വൈസ് ആയിട്ടുള്ള നിങ്ങൾ ഏതെങ്കിലും ആപ്പുകൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിഷയുടെ ആപ്പ് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പം അത് പർച്ചേസ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഇന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്ന് പഠിച്ചത്. അപ്പോൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധം, ഇപ്പം ഞാൻ സയൻസിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, പൊതുവെ നമ്മളൊരു ടോപ്പിക്ക്, ഇപ്പോൾ മാത്സ് ആണെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചു, അതാത് ദിവസത്തെ എന്താണ് പഠിച്ച കാര്യം പോയി എന്ത് ചെയ്യുക, സബ്ജക്റ്റ് ബേസ് മോക്ക് ഉണ്ടാവും, അത് പോയി ചെയ്ത് നോക്കുക. അപ്പം മനസ്സിലായി ഇന്ന ടോപ്പിക്ക് ഞാൻ ക്ലിയർ ആയി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അത് സെറ്റാണ്. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക് പഠിക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആ ഒരു രീതിയിൽ ആദ്യം ടെസ്റ്റ് വായിക്കുന്ന നിന്നും നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. നോട്ട് ഡൗൺ ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി അത് സെറ്റായി, ഇപ്പോൾ നമ്മൾ അത്യാവശ്യം പഠിച്ച ആ കാര്യങ്ങളൊക്കെ അറിയാം. ചെന്ന് എന്ത് ചെയ്യുക, മോക്ക് ചെയ്യുക. മോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ ഫുൾ നമുക്ക് അങ്ങ് ക്ലിയർ ആവും. ഓക്കെ, ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനൊക്കെ മുന്നേ ആയിട്ട് വേണ്ടുന്ന കാര്യം തിരഞ്ഞെടുക്കുക. അത് വേണം പോയി പഠിക്കാനായിട്ട്.
ഓക്കെ, ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, 1 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കുക. നമ്മുടെ സയൻസിന് വേണ്ടി റെയിൽവേ എക്സാംസ് ആണോ ഫോക്കസ് ചെയ്യുന്നത്, 1 മണിക്കൂർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ചെയ്താൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ അത്രയും പഠിക്കുന്നതിൻ്റെ അത്ര ടൈം വേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതിയാവും. വീക്ക്ലി നിങ്ങൾ റിവൈസ് ചെയ്യുക. അങ്ങനെ ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് ഇപ്പം ഒരു ദിവസം 3 സബ്ജക്റ്റിനോട് പഠിക്കണമെന്നല്ല. ഇപ്പോൾ ഒരു ദിവസം ഫിസിക്സ് ആണെങ്കിൽ അടുത്ത ദിവസം കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി, വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടുന്ന ഈ ഫോമുലാസും ഡെഫിനിഷൻസും കാര്യങ്ങളും എല്ലാം കുഞ്ഞു നോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വയ്ക്കുക, അത് റിവൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പം ബയോളജി ആണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, ഇതിൽ നമ്മൾ ഏത് എടുത്ത് നോക്കിയാലും, ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കിയാലും കൂടുതൽ ഇപ്പോൾ ഫിസിക്സിൽ മാത്രമാണ് കുറച്ച് ഫോമുലാസും കാര്യങ്ങളൊക്കെ വരിക. ബയോളജിയിലും കെമിസ്ട്രിയിലൊക്കെ കുറച്ചുകൂടെ കണ്ടന്റ് ബേസാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, അപ്പം ഫിസിക്സ് ഇപ്പോൾ ഫോമുലാസ് എന്നൊക്കെ പറയുമ്പോഴും കുറച്ച് ഫോമുലാസേ ഉള്ളൂ, നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് നോട്ട് ഡൗൺ ചെയ്യുക, അത് നമ്മൾ റിവൈസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. ഇനി ഇവിടെ ഒരു കാര്യം, ഇനി എല്ലാം പഠിച്ച് തീർന്നിട്ടേ മോക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കാം. അതാത് പഠിക്കുന്ന കാര്യങ്ങൾ അതാത് പോയി മോക്ക് ചെയ്ത് നോക്കുക. എല്ലാം പഠിച്ച് സെറ്റായാലേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇനി അവസാനം ഏതെങ്കിലും ടോപ്പിക്ക് നമ്മൾ വിട്ടുപോയി, പഠിക്കാൻ പറ്റുന്നില്ല, സമയമില്ലായിരുന്നു എന്നാൽ കൂടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടുപോയാലും വേണ്ടൂല, ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ഒരു കാരണവശാലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് കണക്റ്റഡ് ഫാക്ട്സ് അതിൽ കൊടുത്തേക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ ആണെങ്കിലും നമ്മളിപ്പം ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലാസ് ഡിസ്കഷൻ നമ്മൾ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ്, ചോദിക്കാൻ സാധ്യതയുള്ളത്, ചോദിച്ചിട്ടുള്ളത്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് അന്ന് ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ, പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ മോക്ക് എക്സാംസ് ചെയ്യാം. ഓക്കെ, ഒരു മോക്ക് ചെയ്താലേ നമുക്ക് എന്താണ്, ഇപ്പം മാത്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് അറിയണമെങ്കിൽ അത് നമ്മൾ മോക്ക് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടൈം കൺസ്യൂം, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു 3-4 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം നമുക്ക് കളയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, അത് നമുക്ക് സ്കിപ്പ് ചെയ്യണം. അപ്പോൾ സ്കിപ്പ് ചെയ്യാനൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് മോക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പം മോക്കെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ ഒരു വാക്ക്, കൺസിസ്റ്റൻസി. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു 6ാം ക്ലാസ് മുതൽ 12th വരെയുള്ള ബുക്ക് നമുക്ക് വേണം. എല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് തുടക്കത്തെ ഒരു ആവേശത്തിന് ഫുൾ അങ്ങ് ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു 2 ദിവസം നല്ല ചൂടുണ്ടാവും, പിന്നെ മറ്റേ ബലൂണിൻ്റെ കാറ്റ് പോയ പോലെ അങ്ങ് ഡൗൺ ആവും. അങ്ങനെയല്ല വേണ്ടുന്നത്. നമുക്ക് ഓരോ ദിവസം എന്താണ് കുറച്ച് കാര്യങ്ങളാണെങ്കിലും അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒരു ദിവസം ഇരുന്ന് ഒരു 7-8 മണിക്കൂർ പഠിക്കുന്നു, അടുത്ത ദിവസം പഠിക്കുന്നില്ല, അതിൻ്റെ അടുത്ത ദിവസം വേറെ കുറച്ച് നേരം, അങ്ങനെയല്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, 5 മണിക്കൂറെങ്കിലും. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ തോന്നണം, അതിൻ്റെ കാര്യം പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഇത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ആ ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ കൃത്യമായിട്ട് നിങ്ങൾ ടൈം ടേബിൾ നിങ്ങൾ പാലിക്കുക. ഓക്കെ, നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെറിയ പണിഷ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ കൊടുക്കുക. അല്ല, നിങ്ങളിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് ഇഷ്ടമുള്ളോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ ഗിഫ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഓരോ ദിവസം കുറച്ച് അല്ലെങ്കിൽ കുറേ ടോപ്പിക്സ് അങ്ങ് ഇട്ടിട്ട് അത് പഠിക്കാൻ പറ്റാണ്ട് അത് ടെൻഷൻ അങ്ങനെ ചെയ്യരുത്. പറ്റുന്നത്ര ഒരു ദിവസം നമുക്ക് തുടങ്ങുമ്പോൾ അങ്ങനെ വേണം തുടങ്ങാൻ. കുറച്ച് ടോപ്പിക്സ് ഇടുക. മാത്സിൻ്റെ കുറച്ച്, റീസണിങ്ങിൻ്റെ കുറച്ച്, GK കുറച്ച്, അങ്ങനെ പറ്റുന്നത്ര
പറ്റുന്നത്ര കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തുടങ്ങും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഏബിളായി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കൂട്ടി കൊണ്ടുവരിക. ഓക്കെ, അന്ന് നമ്മൾ പ്ലാൻ ചെയ്താണ്, ഇത്രയും ടോപ്പിക്സ് ഞാൻ പ്ലാൻ ചെയ്തു, അപ്പോൾ അന്ന് അത് പഠിച്ചിട്ട് കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്തെങ്കിലും കാരണവശാൽ സ്കിപ്പ് ചെയ്താൽ ഓക്കെ, അത് പൊക്കോട്ടെ, അത് വിട്ടേക്കുക. ആഴ്ച അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം സമയമുണ്ടെങ്കിൽ ആ സ്കിപ്പ് ചെയ്തത് അവിടെ നോക്കുക. ഓക്കെ, അപ്പം കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും കുറച്ച് സമയം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ടൈം ഒരു രീതിയിൽ വേസ്റ്റ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി സമയമുണ്ട്. ഓക്കെ, ഇപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കാനാണെങ്കിലും പ്ലാൻ ചെയ്യാനാണെങ്കിലും പഠിക്കാനും എല്ലാം നിങ്ങൾക്ക് ടൈമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എല്ലാം അവൈലബിലിറ്റി, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഈ ഫോണെങ്കിലും ഉണ്ട്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് കാര്യം വേണമെന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ പഠിക്കാൻ വരാൻ പറ്റുന്നില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, വേണ്ടുന്നതെല്ലാം അതിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ ഏത് രീതി വേണമെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷേ എല്ലാ ദിവസവും കൃത്യമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഉറപ്പായിട്ടും NCERT ടെസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിനപ്പുറത്തേക്കില്ല, എവിടെയെങ്കിലുമൊക്കെ ആ പോയിന്റ് കണക്റ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി നമ്മൾ എന്തായാലും സയൻസിൻ്റെ ഒക്കെ ക്ലാസ്സസ് ഇപ്പോൾ ഒരു സീരീസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.